ഭാഗത്ത് ഇപ്പൊ കുടിച്ചില്ലേ, ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്നത് ഇയാളെ പേടിയല്ല. ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? 3 പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴും ഇയാൾ അവിടെ എത്തി. പണ്ട് തൊട്ട് ഞങ്ങൾക്ക് എങ്ങനെ പരിചയമൊന്നുമില്ല, ഇങ്ങനെ പുള്ളി പരിചയം പോയൊക്കെ ചെയ്യാറുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചേർത്തലക്കാരൻ. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആ ഒരു പരിസരത്ത് നിന്നൊക്കെ കാണാതായ സ്ത്രീകളെ കാണാതായതിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്നുള്ള സംശയവും കാര്യങ്ങളും തെളിവുകളുമാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭീതിയോട് കൂടിയിട്ടാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കുറച്ചു കാലം മുമ്പ് നരബലി നടന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭീതിയാണ്. അതുപോലെയുള്ള ഒരു നരബലി തന്നെയാണോ ഇവിടെ നടന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതിന് ചുക്കാൻ പിടിച്ചത് മിക്കവാറും സെബാസ്റ്റ്യന്റെ കൂട്ടുകാരി എന്നറിയപ്പെടുന്നയാളും അല്ലെങ്കിൽ ഇയാളുടെ പെണ്ണുംപിള്ളി ആയിരിക്കും എന്നാണ് എനിക്ക് ബലമായ സംശയം. ആ ഒരു വീട് കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ തൊഴിലുറപ്പിന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഒരു ചേച്ചി പറയുന്ന ഒരു ഇതാണ് ഇപ്പോഴും നമ്മൾ കേട്ടത്. അതായത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴും ആ പറമ്പിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാലോ സെബാസ്റ്റ്യൻ അവിടെ എത്തും. അതായത് അയാളുടെ ഒരു പോക്കും വരവ് തന്നെ വളരെയധികം ദുരൂഹമാണ്. അയാൾ എല്ലാ സമയത്തും എവിടെ പോയി കഴിഞ്ഞാലും ഒരു കണ്ണ് അയാളുടെ പറമ്പിലുണ്ടാകും. ഒരാളെ പോലും അങ്ങോട്ട് അയാൾ അടുപ്പിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. ഇത് ശരിക്കും കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീതിയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്ന ഒരു വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരുപാട് കാലമെടുത്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറേ നാൾ മുമ്പ് പറയുന്ന ഒരു കേസാണ് ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു കോടീശ്വരിയെ കാണാതായ കേസ്. അവരുടെ സ്വത്തുക്കളാണെങ്കിൽ എല്ലാം വിൽപ്പന നടത്തി. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെബാസ്റ്റ്യനിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ സ്ത്രീയെ കൊലപ്പെടുത്തി. പിന്നെന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കിട്ടുന്ന ചില സാധനങ്ങൾ, അതായത് അയാൾ ഉപയോഗിക്കുന്ന ചില ഗർഭനിരോധന ഉറകൾ വരെ അതിൻ്റെ അകത്തുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീരിയൽ കില്ലറിൽ അപ്പുറം അയാൾ ഒരു ഒരു കാമഭ്രാന്തൻ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ലൈംഗിക അരാജകത്വമുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ക്രൂരതാണ് അയാളുടെ മുഖത്തുള്ളത്, അയാളുടെ മനസ്സിലുള്ള, അയാളുടെ സ്വഭാവത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സെബാസ്റ്റ്യന്മാർ ഇനിയും എത്രയുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ? മാന്യതയുടെ മുഖം മൂടിയിട്ട് എത്ര പേരുണ്ടാകും ഇതുപോലെ? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കാലത്തും നമുക്ക് തിരികെ കിട്ടത്തില്ല. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇവനെ പോലെയുള്ള ഒരാൾ പോരെ, ഒരു നാട്ടിൽ ഇവനെ പോലെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അറിയാതിരുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വളർച്ച നമ്മൾ നേടിയിട്ടുണ്ട്. അതുപോലെ ഈ കൊലപാതകങ്ങളാലും ഇങ്ങനെയുള്ള സംഭവങ്ങളായി കഴിഞ്ഞാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും ഈ സെബാസ്റ്റ്യനെ പോലെയുള്ള മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ ഉള്ള കേസുകൾ, അതായത് ഭഗത് സിംഗ് എന്ന് പറയുന്ന ആളുടെ കേസുകളും ഇതുപോലെ തന്നെയായിരുന്നു. അയാളും ഒരു മാന്യതയുടെ മുഖംമൂടിയായിരുന്നു. അയാൾ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വരെ എന്ന് പറഞ്ഞാൽ സജീവമായിരുന്നു, പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അയാൾ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടിരുന്നു. അയാൾ നല്ല ബന്ധം ജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരുന്നു. അയാൾ മനുഷ്യ മാംസം വരെ ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും ക്രൂരനായ ഒരു വ്യക്തിയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അയാളുടെ ഭാര്യയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളായാലും രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ ഒരു വന്യമൃഗങ്ങൾ തന്നെയായിരുന്നു. ഈ രണ്ടുപേരും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക. ജനങ്ങളുടെ ഇടയിലാകുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കെതിരായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഇടപെട്ടതുകൊണ്ട് വരുന്നതാണ് എന്ന് വരുത്തി തീർക്കും ചിലപ്പോഴേ. ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഭാര്യ പറയുന്ന ഏറ്റവും വലിയൊരു കള്ളം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു പാവം മനുഷ്യനാണ്, അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെയുള്ള തരത്തിലാണ് അയാളുടെ ഭാര്യയും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വന്തം ഭാര്യയ്ക്ക്, കൂടെ കഴിയുന്ന ഭാര്യയ്ക്ക് വരെ അയാളുടെ സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ചിലപ്പോഴും തന്നെ ഭാര്യയ്ക്ക് പങ്കുണ്ടാകാം, അതുപോലെ അടുത്ത കൂട്ടുകാരി എന്ന് പറയുന്നവർക്ക് പങ്കുണ്ടാകാം,
അവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ സെബാസ്റ്റ്യനെ നല്ല രീതിയിൽ അറിയുന്ന വ്യക്തിയാണ്. പിന്നെ സെബാസ്റ്റ്യൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഇതിൽ എന്തോ ഒരു പങ്ക്, ഒന്നിക്കൽ അവർക്ക് പൈസ കൊടുത്തവരെ മയക്കിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരും അറിഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവയവ മാഫിയകൾ പോലെയുള്ള സംഭവങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് സംശയമാണ്. നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഭീതിയോട് കൂടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇത്രയും സ്ത്രീകളെ കാണാതായിട്ട് ഇത്രയും ക്രൂരതയോടുകൂടി പെരുമാറിയിട്ട് കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുന്നത്, കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടി നമ്മളൊക്കെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്തല എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലമൊന്നും അല്ലല്ലോ, ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലോ അങ്ങനെയൊന്നുമല്ല. ചേർത്തല പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പലതും സംഭവിക്കാം. പലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സമൂഹത്തിലെ മാന്യന്മാരായിരിക്കാം, അവർ ചില സമയങ്ങളിലൊക്കെ ഇത് പുറത്തെടുക്കും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണ്, ഇപ്പോൾ സെബാസ്റ്റ്യൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അയാൾ എവിടെയെങ്കിലും ഒരു ക്രൂരതയുടെ മുഖം പുറത്തെടുക്കും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന പാവം മനുഷ്യൻ, അയാൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പെരുമാറോ എന്നൊക്കെയാണ് നമ്മൾ കരുതുക. പക്ഷേ ഇനി അതൊക്കെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെ പോലും കണ്ണടച്ച് അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട. ഒരാളെ പോലും നമ്മൾ അയ്യോ പാവം, അയ്യോ അയാൾക്ക് എന്തോ വിഷമം ഉണ്ട്, അല്ലെങ്കിൽ അയാൾ അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്, ഇതുവരെ അങ്ങനെ പെരുമാറാത്തൊരു മനുഷ്യനാണ്. ചിലപ്പോഴും എന്ന് പറഞ്ഞത് പുറത്തു വരുന്നത് ഒരാളെ തെറി പറഞ്ഞുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിവെച്ച് കൊടുത്തിട്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തു നിന്നും ഈ ഒരു ക്രൂരത, വന്യത പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കരുതിയിരിക്കണം. അയാളെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാട്ടിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിലോ അതിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ, ഇന്നലെ ഇപ്പോഴും ഞാൻ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരാളെ 50 പവനും പിന്നെ കുറച്ച് പൈസയുമായിട്ട് കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 5 വർഷമായിട്ടും അയാളെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്നുകിലും തന്നെ ഇതുപോലുള്ള സെബാസ്റ്റ്യന്മാരുണ്ടാകാം, ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടിയാൽ വരെ അറിയാത്ത ഒരുപാട് കഥകൾ നമ്മൾക്കുണ്ടാകാം. അതുകൊണ്ട് ഈ കാണാത്തായവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോയി, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി, അന്യ രാജ്യത്ത് പോയി എന്നൊന്നും നോക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു പറമ്പിൽ ചിലപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഈ സെബാസ്റ്റ്യൻ്റെ കഥയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിലും കൂടുതൽ സ്ത്രീകളെ കാണാതായിട്ടുണ്ടാകാം. ആ സ്ത്രീകളൊക്കെ സെബാസ്റ്റ്യൻ്റെ വീട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ പരിസരം മുഴുവൻ കിളച്ച് പരിശോധിക്കണം. പിന്നെ സെബാസ്റ്റ്യൻ്റെ വീടുണ്ടല്ലോ അതുവരെ ഇടിച്ചു നിരത്തി പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ആ ഒരു തറയുടെ അടിയിൽ പോലും മൃതദേഹങ്ങളും അസ്ഥികൂടങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.